മാർപ്പാപ്പമാർ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നാണ് ജിമ്മി പോൾ ബ്രദറിൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യം വിചാരിച്ചു അതെങ്ങനെ ഈ ലിംഗം കൊണ്ടൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ? പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാ, ഇങ്ങനെ ശരിക്കും അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആണ് മറ്റുള്ളവരും തന്നെ പോലെ ഇതുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് തോന്നലുണ്ടാകുന്നത്. ജിമ്മി പോൾ ബ്രദറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ ഞാൻ സ്ട്രോങ് ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. അതൊന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല. വീഡിയോയിൽ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുമ്പോഴും സിവിലായിട്ടുള്ള ഭാഷ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, അത് ബ്രദർ ഉപയോഗിച്ച ഭാഷയാണ്, ഞാൻ തിരിച്ചങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ. എൻ്റെ ജിമ്മി ബ്രദറെ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ? ഫുൾ ടൈം ഇതിനെക്കുറിച്ച് തന്നെ ധ്യാനിച്ചിരിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക, കുറച്ച് ആശ്വാസം കിട്ടും. ഏതായാലും ഇദ്ദേഹം ലിംഗം കൊണ്ട് ചിന്തിച്ച് എഴുതിയ ഒരു കമൻ്റാണ് ഇന്നത്തെ വീഡിയോയുടെ താരം. അതിനു മുൻപ് ഈ തർക്കത്തിൻ്റെ ഒരു പശ്ചാത്തലം തരാം. അതോടൊപ്പം തന്നെ ഞാൻ 1-2 പാസ്റ്റർമാരെ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പാസ്റ്റർമാരെ ഇതോടൊപ്പം ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുന്നുണ്ട്. 1 അനിൽകുമാർ അയ്യപ്പനാണ്, 2 അജീഷ് ബ്രദറാണ്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ചർച്ചയാവാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അറിയേണ്ടത്. മാർപ്പാപ്പ സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാം എന്ന് പറഞ്ഞു എന്നാണല്ലോ ജിമ്മി ബ്രദർ പറയുന്നത്. ഇദ്ദേഹം 100,000 കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചറപറ പോസ്റ്റുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം, എല്ലാത്തിനും നമുക്ക് തീരുമാനമാക്കാം. 1 by 1 എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 1 at a time നമുക്ക് ഡീല് ചെയ്യാം. ഈ വീഡിയോ മൊത്തം കേട്ടിട്ട് മാർപ്പാപ്പ സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാം എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് പറയുക. സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാം എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന BBC സ്ക്രീൻഷോട്ടിൽ പോലും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാമെന്നാണ് BBC പോലും എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. 2023 കുറച്ച് കർദിനാൾമാർ മാർപ്പാപ്പയോട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡൂബിയ എന്നാണ് ഇതിനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ടെക്നിക്കൽ പേര്. അങ്ങനെ അതിലെ രണ്ടാമത്തെ ദൂബിയം രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സെയിം സെക്സ് വിവാഹങ്ങൾ ആശീർവദിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണമെന്നുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് ചോദ്യം മുഴുവൻ വായിക്കാം. അതിനുള്ള ഉത്തരം മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വളരെ വ്യക്തമായിട്ടാണ്. ദ ചർച്ച് ഹാസ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ്. ഇറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ്, സ്റ്റേബിൾ ആൻഡ് ഇൻഡിസോല്യൂബിൾ യൂണിയൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ, naturally open to the generation of children. Only this type of union does the church call a marriage. ഇവിടെ യാതൊരു സംശയത്തിനും വകയില്ല. വിവാഹം എന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് എന്ന് തന്നെയാണ് മാർപ്പാപ്പ ഉറപ്പിച്ചും തർപ്പിച്ചും പറഞ്ഞത്. ഇവിടെ ഇനി ആർക്കും ഒരു സംശയമില്ലല്ലോ. അതിനുശേഷം ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസംബർ 18 ഡേറ്റ് ശ്രദ്ധിക്കണേ, ഡിസംബർ 18 ഫിഡൂസിയ സപ്ലിക്കാൻസ് ഓൺ ദ പാസ്റ്ററൽ മീനിങ് ഓഫ് ബ്ലെസ്സിങ്സ് എന്ന പേരിൽ വത്തിക്കാൻ ഒരു ഡോക്യുമെൻ്റ് പുറപ്പെടുവിക്കുന്നു. അതിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ദ ചർച്ച് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഇമ്പാർട്ട് ബ്ലെസ്സിങ് ഓൺ യൂണിയൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് ദ സെയിം സെക്സ്. അതേ ദിവസം തന്നെ BBC ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്ത ഇറക്കുന്നു. അതാണ് ജിമ്മി പോൾ ബ്രദർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന അവർ റിപ്പോർട്ട് ചെയ്ത വാർത്ത. Pope Francis has allowed priests to bless same-sex couples. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ്, വാലും തലയും ഇല്ലാത്ത വാർത്തയാണ്. നമ്മൾ ഉടനെ കാണാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ വാലും തലയും. ഈ BBC വാർത്തയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്ന ജിമ്മി പോൾ പറയുന്നത് ദ പോപ്പ് ഹാസ് അലൗഡ് പ്രീസ്റ്റ് ടു ബ്ലെസ് സെയിം സെക്സ് യൂണിയൻസ് എന്ന്. BBC അങ്ങനെയാണോ എഴുതിയത്? അല്ല. പോപ്പ് ഫ്രാൻസിസ് ഹാസ് അലൗഡ് പ്രീസ്റ്റ് ടു ബ്ലെസ് സെയിം സെക്സ് കപ്പിൾസ് എന്നാണ്. ഇനി മാർപ്പാപ്പ ഈ ഡോക്യുമെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചുവെങ്കിലും ഞാൻ ആ കോട്ടുകൾ ഒക്കെ ഒന്നുകൂടി തരികയാണ്, ആ ഡോക്യുമെന്റിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനായിട്ട്. ദ ചർച്ച് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഇമ്പോർട്ട് ബ്ലെസ്സിങ്സ് ഓൺ യൂണിയൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് ദ സെയിം സെക്സ്. സ്വവർഗത്തിൽപ്പെട്ടവരുടെ യൂണിയനുകളെ ആശീർവദിക്കാനുള്ള അധികാരം സഭയ്ക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ മാർപ്പാപ്പ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇൻ സച്ച് കേസസ് എ ബ്ലെസ്സിങ് മേ ബി ഇമ്പാർട്ടഡ്
that not only has an ascending value but also involves the invocation of a blessing that descends from God upon those who, recognizing themselves to be destitute and in need of His help, do not claim a legitimation of their own status, but who beg that all that is true, good, and humanly valid in their lives and their relationships be enriched, healed, and elevated by the presence of the Holy Spirit. തങ്ങൾ നിസ്സഹായരും ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളവരുമാണെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിത രീതിക്ക് സഭയുടെ ഔദ്യോഗിക സാധുത ചോദിക്കാതെ മറിച്ച് തങ്ങളുടെ ജീവിതത്തിലെയും ബന്ധങ്ങളിലെയും സത്യവും നന്മയും മാനുഷികവുമായി നല്ലതുമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മെച്ചപ്പെടുത്താനും സൗഖ്യപ്പെടുത്താനും ഉയർത്താനും ആഗ്രഹിക്കുന്നവർക്ക് ഈ അനുഗ്രഹം നൽകാവുന്നതാണ്. അതായത് സ്വർഗ ദമ്പതികളെങ്കിലും തങ്ങളുടെ പ്രവൃത്തികൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി തങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തോടെ നന്നായി ജീവിക്കാനുള്ള സഹായം ചോദിക്കുന്നവരെ അനുഗ്രഹിക്കാം എന്നാണ് വത്തിക്കാൻ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞതിനെയാണ് BBC റിപ്പോർട്ട് ചെയ്തത് സ്വർഗ ദമ്പതികളെ അനുഗ്രഹിക്കാം. പറഞ്ഞത് ശരിയാണോ? അവർ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വിട്ടുകളഞ്ഞു. തങ്ങൾ നിസ്സഹായരാണെന്ന് തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്നവർ എന്നതുപോലെയുള്ള വിവരണങ്ങൾ അവരങ്ങ് വിട്ടുകളഞ്ഞു. വാലും തലയും അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു സ്വർഗ ദമ്പതികളെ അനുഗ്രഹിക്കാം എന്ന് മാർപ്പാപ്പ പറഞ്ഞു വന്ന്. ഇത് പണ്ടാരാണ്ട് കുംഭസാരത്തിനിടയ്ക്ക് അറ്റോ ഞാനൊരു കയറ് മോഷ്ടിച്ചെന്ന് പറഞ്ഞവരെയായിപ്പോയി. എന്നിട്ട് ആരും കേൾക്കാതെ അതിനറ്റത്തൊരു കാളയും. കേൾക്കുന്നവർ ആ കയറ് മാത്രമേ കേൾക്കുകയുള്ളൂ, അതിനറ്റത്ത് ഒരു കാളയുള്ളത് ആരും അറിയുന്നില്ല. അത് തന്നെയാണ് ഇവിടെ BBC ചെയ്തിരിക്കുന്നത്. പറയുമ്പം സ്വർഗ ദമ്പതികളെ ആശീർവദിക്കാമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഏത്? തങ്ങൾ നിസ്സഹായരാണെന്ന് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്നവർക്കാണ് ഈ അനുഗ്രഹം എന്നുള്ളത് അവരങ്ങ് വിട്ടുകളഞ്ഞു. ഈ BBC വാർത്ത പോലും പറയുന്നില്ല എന്ത്, ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തെയോ അവരുടെ യൂണിയനെയോ ആശീർവദിക്കാമെന്ന്. അതാരാണ് ഉണ്ടാക്കിയത്? മറ്റേ അവയവം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന, തലച്ചോറ് ഉപയോഗിക്കാത്ത പെന്തോ ജിമ്മി പോൾ ബ്രദർ പറഞ്ഞുണ്ടാക്കിയ സ്ട്രോമാനാണത്. ഈ വാർത്തയാണ് പിന്നീട് മനോരമയിലും മറ്റ് സകലമാന മാധ്യമങ്ങളിലും വരുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ മറ്റേ അവയവം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന പെന്തോ ജിമ്മി പോൾ ബ്രദറിൻ്റെ അപാരമായ യുക്തി കാണാൻ പോകുന്നത്. വത്തിക്കാൻ വെബ്സൈറ്റിൽ എന്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലല്ലോ വിഷയം. എൻ്റെ പൊന്നടാവേ, ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടാവേ? തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നത്, അതന്നെ കാരണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ അവയവം ചിന്തിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ച്, പിന്നെയാണ് ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ ശരിക്കും ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ മന്ദബുദ്ധിത്തരം പറയുമോ? എൻ്റെ ജിമ്മി ബ്രദറെ, ഇവിടെ വത്തിക്കാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിഷയം. മാർപ്പാപ്പ ശരിക്കും എന്താണ് പറഞ്ഞത് എന്ന് തന്നെയാണ് വിഷയം. മാർപ്പാപ്പ ശരിക്കും എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ സ്ട്രോമാനാ. മാർപ്പാപ്പ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വത്തിക്കാൻ വെബ്സൈറ്റിൽ എഴുതി വച്ചിട്ടുണ്ട്. ഏത്? ഡിസംബർ 18, 2023 വത്തിക്കാൻ പുറപ്പെടുവിച്ച രേഖ. ഇതേ ദിവസം ഇതിനെ വാർത്തയായി റിപ്പോർട്ട് ചെയ്തതാണ് BBCയിലെ വാലും തലയുമില്ലാതെ നിങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ വാർത്ത. ഇത് മലയാളത്തിൽ അതേപടി കോപ്പി അടിച്ചതാണ് മനോരമ പോലെയുള്ള ചാനലുകൾ. ഒറിജിനൽ ഡോക്യുമെൻ്റ് മുന്നിലിരിക്കുമ്പോൾ മാർപ്പാപ്പ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് രേഖാമൂലം മുന്നിലിരിക്കുമ്പോൾ അതല്ലല്ലോ വിഷയം എന്ന് പറയുന്ന ജിമ്മി ബ്രദറെ താങ്കൾ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് മാർപ്പാപ്പ എവിടെയെങ്കിലും വെച്ച് ആരോടെങ്കിലും പറഞ്ഞ് വാഗൊണ്ട് പറഞ്ഞ് വായുവിൽ അലിഞ്ഞു പോയ കാര്യങ്ങളൊന്നുമല്ല. റെക്കോർഡിക്കലി റിട്ടേൺ ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വാർത്തയായി വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. ആ ഡോക്യുമെന്റിൽ യഥാർത്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, മാർപ്പാപ്പ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എവിഡൻസ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, യേശുവിന് ഭാര്യ ഉണ്ടായിരുന്നെന്നും യേശു മരിച്ചില്ല കാശ്മീരിലേക്ക് വന്നെന്നുമൊക്കെ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടേഴ്സ്
എഴുന്നള്ളിച്ച കൂട്ടിക്കൊടുപ്പ് മാധ്യമമാണ് ഈ BBC. അവരുടെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററികളോടൊക്കെ താങ്കളുടെ നിലപാട് എന്തെന്ന് പറയാമോ? യേശുവിന് ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ് BBC ഡോക്യുമെന്ററിയിൽ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണോ നിങ്ങളുടെ നിലപാട്? കൊള്ളാം, നല്ല നിലപാടാണ്. യേശു കാശ്മീരിൽ വന്നിട്ടുണ്ടെന്ന് BBC ഡോക്യുമെന്ററിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ അത് വിശ്വസിക്കുന്നു എന്നാണോ താങ്കളുടെ നിലപാട്? വളരെ നല്ല നിലപാടാണ്. ഇനി കേസ് കൊടുക്കണം പിള്ളേച്ച എന്നാണ് ഇങ്ങയുടെ ലിംഗാഗ്ര ബുദ്ധി. ഈ മറ്റേ അവയവം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഇങ്ങേരോട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? വത്തിക്കാൻ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? പൊതുവെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് വത്തിക്കാൻ ചെയ്യുന്നത്. അല്ലാതെ വഴിയെ പോകുന്നതിനെതിരെയൊക്കെ കേസ് കൊടുക്കുന്ന പതിവ് വത്തിക്കാനില്ല. ഏതായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റാണ്. ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കൂടാതെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടിനായിട്ട് ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സംരംഭം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഷലോംസ് ഗിഫ്റ്റിംഗ് എന്നാണ് പേര്. ഇതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ, വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ തന്നെ തുടങ്ങി എന്ത് പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കിടക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.